പ്രവാചക ശുശ്രൂഷകള് സഭയിൽ ഇല്ലെങ്കിൽ സഭയ്ക്ക് സംഭവിക്കുന്ന ദുരന്തം എന്താണെന്ന് തിരുവചനം കാണിച്ചു തരുന്നുണ്ട്. ഏലിയുടെ സന്നിധിയിൽ സാമുവേൽ കർത്താവിനെ ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് കർത്താവിൻ്റെ അരുളപ്പാടുകൾ വളരെ വിരളമായി ലഭിച്ചിരുന്നുള്ളൂ. കർത്താവിൻ്റെ അരുളപ്പാടുകള് ആ കാലഘട്ടത്തിൽ ദൈവജനത്തിന് ലഭിച്ചിരുന്നില്ല. അതിന് പ്രധാന കാരണം എന്തായിരുന്നു? ജനം പാപത്തിലായിരുന്നു. കർത്താവിൻ്റെ ആലോചന പകർന്നു കൊടുക്കാൻ ജനത്തിനിടയിൽ പ്രവാചകരുണ്ടായിരുന്നില്ല, പ്രബോധകരുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഫലം എന്തായിരുന്നു? ന്യായാധിപന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 6-ാം വചനം പറയാം. ഓരോരുത്തരും അവരവർക്ക് തോന്നിയതുപോലെ ജീവിച്ചു. ഇതെന്തു വലിയൊരു ദുരന്തമാണ് പ്രിയപ്പെട്ടവരെ. ഓരോരുത്തരും അവരവർക്ക് തോന്നിയതുപോലെ ജീവിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ ആലോചന മനസ്സിലാക്കാൻ, ദൈവത്തിൻ്റെ തിരിഹിതം മനസ്സിലാക്കാൻ, ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ തിരിച്ചറിയാൻ അവർക്ക് കഴിയാതെ പോയി. എന്താ കാരണം? ആ നാളുകളിൽ ഉള്ള പ്രവാചക ശുശ്രൂഷകൾ വളരെ തളർന്നു പോവുകയാണ്. സാമുവേലിന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വചനമാണ്. ആ കാലഘട്ടത്തിൽ ഇസ്രായേലിൽ പുരോഹിത ശുശ്രൂഷ ചെയ്തിരുന്നത് ഏലിയുടെ ആൺമക്കളായിരുന്നു. അവർക്ക് എന്താ സംഭവിച്ച്? അവർ കർത്താവിൻ്റെ മുൻപിൽ ദുർമാർഗികളും അവിടുത്തെ ബഹുമാനിക്കാത്തവരുമായി. അവരുടെ ഡിവോഷൻ മാറിപ്പോവുകയാണ്. കർത്താവിനോട് മാത്രം ഉണ്ടായിരിക്കേണ്ട ആ ഇന്റിമസിയിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന് ഏലിയുടെ മക്കള്, ഈ പുരോഹിതന്മാരെ അവര് മാറിപ്പോയി, വ്യതിചലിച്ചു പോയി. വീണ്ടും 2-ാം അധ്യായം 17-ാം വചനത്തിൽ പറയുന്നു, ഏലിയുടെ മക്കളുടെ പാപം ദൈവസന്നിധിയിൽ വളരെ ഗുരുതരമായി തീർന്നു. കാരണം അശ്രദ്ധയോടെയാണ് അവർ കർത്താവിൻ്റെ അർച്ചനയെ വീക്ഷിച്ചത്. യാതൊരു വിധത്തിലുള്ള ഒരുക്കവുമില്ലാതെ, ശ്രദ്ധയില്ലാതെ, ലാഘവമായി, നിസാരമായി അവർ കർത്താവിൻ്റെ ശുശ്രൂഷയെ കാണുകയാണ്. ഇത് വലിയ അപകടമാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മുടെ ആത്മീയതയിൽ വന്നുപെട്ടിരിക്കുന്ന ഒരു വലിയ കെണിയാണ് തഴക്കവും പഴക്കവും. ഇതെന്തോരം നമ്മൾ കണ്ടിരിക്കുന്നു, ഇതെന്തോരം കേട്ടിരിക്കുന്നു, ഈ വചനം എന്തോരം കേട്ടിരിക്കുന്നു, ഈ വചനം എന്തോരം പ്രസംഗിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഈ വചനം എന്തോരം ധ്യാനിച്ചിരിക്കുന്നു. ഇങ്ങനെ കണ്ടും കേട്ടും ഈ പഴക്കവും തഴക്കവും കാരണം വേണ്ടത്ര ഒരു ദൈവാനുഭവത്തിലേക്ക്, ഒരു ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകളോട് പലപ്പോഴും ഒരു സീരിയസ്നെസ് നമുക്കുണ്ടാകുന്നില്ല. ലാഘവമായി, നിസാരമായി, അശ്രദ്ധയോടെ നമ്മൾ ഈ ശുശ്രൂഷകളെ കാണുകയാണ്. വേദപുസ്തകം വെളിപ്പെടുത്തുകയാണ് ഇത് വളരെ ഗുരുതരമായ പാപമാണെന്ന്. മൂന്നാമത് എന്താ സംഭവിച്ചത്? അവിടെ 2-ാം അധ്യായം 22-ാമത്തെ വചനത്തിലാണ്, സമാഗമ കൂടാരത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളുമായി ഇവർ പാപം ചെയ്യാൻ തുടങ്ങി. കർത്താവിനെ വേദനിപ്പിക്കുകയാണ്, കർത്താവിനെ സങ്കടപ്പെടുത്തുകയാണ്. പല പ്രാവശ്യം കർത്താവ് താക്കീതുകൾ കൊടുത്തു. അനുതപിക്കുവാൻ, മാനസാന്തരപ്പെടുവാൻ ഇവർ തയ്യാറായില്ല. കൂടുതൽ കർത്താവിനെ വേദനിപ്പിച്ചുകൊണ്ട് പാപം ചെയ്ത് മുന്നോട്ട് പോയി. ഇതിന്റെ ഫലം എന്തായിരുന്നു ഈ മക്കളെ? കർത്താവിന്റെ മഹത്വം ഇസ്രായേലിന് വിട്ടുപോവുകയാണ്. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 4-ാം അധ്യായം 22-ാമത്തെ വചനത്തിൽ മഹത്വം ഇസ്രായേൽ വിട്ടുപോയി എന്ന് പറഞ്ഞ് താൻ പ്രസവിച്ച കുഞ്ഞിനെ ഇക്കാബോദ് എന്ന് അവൾ പേരിട്ടു. നോ ഗ്ലോറി. കർത്താവിന്റെ സാന്നിധ്യമില്ല, കർത്താവിന്റെ മഹത്വമില്ല. എന്തുകൊണ്ടാണ് പഴയ നിയമസഭ ഇത്രമാത്രം അധപതിച്ചു പോയത്? ഈ തകർച്ചയിൽ സഭ ആകുവാനുള്ള കാരണം എന്തായിരുന്നു? കർത്താവിന്റെ പ്രവാചക ശുശ്രൂഷ ആ കാലഘട്ടത്തിലെ സഭയിൽ ഇല്ലാതെ പോയി. അപ്പൊ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വചന ശുശ്രൂഷകൾ സഭയിൽ ആവശ്യമുണ്ടോ? ധാരാളം ബൈബിൾ കൺവെൻഷനുകൾ സഭയിൽ ആവശ്യമുണ്ടോ? പല വിധത്തിലുള്ള ധ്യാന ശുശ്രൂഷകള് സഭയിൽ ആവശ്യമുണ്ടോ? ടെലിവിഷൻ ശുശ്രൂഷകളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കർത്താവിന്റെ വചനം പ്രഘോഷിക്കപ്പെടേണ്ട ആവശ്യമുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എൻ്റെ സഹോദര സഹോദരി, എന്താ നമ്മുടെ അഭിപ്രായം? നിശ്ചയമായ ആവശ്യമുണ്ട്. ഈ ശുശ്രൂഷകളിൽ ഇല്ലെങ്കിൽ സഭ തളർന്നു പോകും, സഭ അന്ധകാരത്തിലാകും. അതിനുള്ള ദൃഷ്ടാന്തമാണ് പഴയ നിയമസഭയിൽ നമ്മളിപ്പോൾ കണ്ടത്.